സേനാപതി വേണു, ഈ പറഞ്ഞ കെ സി വേണുഗോപാലായാലും വി ഡി സതീശനായാലും കോൺഗ്രസിന്റെ നേതാക്കളായാലും ഒക്കെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിലും വരവിലും ഒക്കെ പറയുന്ന ഒരേ ഒരു പോയിന്റ് വർഗീയത മാത്രമേ ഉള്ളൂ. അതല്ലാതെ എന്താണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് BJP അങ്ങ് മാറ്റി നിർത്താം എന്നൊരു വിദ്യാധാരണയിൽ തന്നെയാണോ ഇപ്പോഴും പ്രവർത്തനം? അതിനു മുമ്പ് കാര്യം ഒന്ന്, ശ്രീ ശിവശങ്കർജിയെ പോലൊരാള് ഇപ്പം സോണിയാഗാന്ധിയെ കുറിച്ചോ ഇല്ല ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ചൊന്നും നല്ലത് പറയുന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷെ വളരെ ദുരുദ്ദേശപരമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തോട് ആ കാര്യത്തിൽ പറയാനുള്ളത്, ഇന്ത്യയുടെ എല്ലാ അന്വേഷണ സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, CBI, ഇന്റർപോളിന്റെ സഹായം നിങ്ങൾക്ക് തേടാം. ഇനി ഈ സ്വർണം കടത്തിയിട്ടുള്ളത് അങ്ങ് ഇവിടെ ആരോപിച്ചതുപോലെ ഇറ്റലിയിലേക്കാണെങ്കിൽ വിത്തിൻ മിനിറ്റ്സ്, മണിക്കൂറുകൾ വേണ്ടല്ലോ. കാരണം ഒരു രാജ്യത്ത് നിന്ന് വിദേശത്തേക്ക് ആരൊക്കെയാണ് കഴിഞ്ഞ 10 വർഷത്തിൽ യാത്ര ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എത്രയോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങേപോലെ BJPയുടെ ഒരു എന്താ പറയുക മുതിർന്ന ഒരു വക്താവ് വന്ന് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീമതി സോണിയാഗാന്ധിയെ കുറിച്ചും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളെ കുറിച്ചും ഒക്കെ ഇത്രയും എന്താ പറഞ്ഞ ഞാൻ ഉപയോഗിക്കുന്ന പദം ഇത്രയും ദുരുദ്ദേശപരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ സാർ. അല്ലാതെ സ്വർണം പോയത് തിരിച്ചു കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലല്ല. സ്വർണം പോയത് തിരിച്ചു കിട്ടണമെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇന്ന് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ സ്വർണം പിടിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ.